ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് 8ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകത്തെയാണ് നാം പാരായണം ചെയ്യുന്നതും അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും തുടർന്ന് ശ്രീഹരിയമായി പാടി സമർപ്പിക്കുന്നതും. ആദ്യം ശ്ലോകം. പഞ്ചാശദബ്ദമധുനാ സ്വവയോർദ്ധരൂപമേകം പരാർദ്ധമതിവൃത്യ ഹി വർത്തത്തെ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. അധുനാ അസൗ സ്വവയോർദ്ധരൂപം പഞ്ചാശദബ്ദം ഏകം പരാർത്ഥം അതിവൃത്യ വർത്തതേ ഹി ഭൂമൻ അത്ര അന്ത്യരാത്രിജനിതാൻ ഭവദ്വിലാസാൻ പശ്ചാത് ദിനാവതരണേ ച കഥയാമി. ഇവിടെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ് ആ ബ്രഹ്മാവിൻ്റെ വയസ്സ് എത്രയാണ്. 2 പരാർത്ഥമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അത് നമ്മൾ നേരത്തെ കേൾക്കേണ്ടായി. ഇപ്പോൾ പറയാണ് അധുനാ അസൗ സ്വവയോർദ്ധരൂപം. ഇപ്പോൾ ഈ ബ്രഹ്മാവ് അധുനാ അസൗ ഈ ബ്രഹ്മാവ് സ്വവയോർദ്ധരൂപം തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ
50 കൊല്ലമാകുന്ന ഒരു പരാർത്ഥം. ബ്രഹ്മവർഷം അതിൽ ഒരു പരാർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആയുസ്സിലെ 50 വർഷമാണ്. അത് നമ്മളെ സാധാരണ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ 50 വർഷമല്ല, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ആണ് ബ്രഹ്മാവിന് 50 വയസ്സാവുക. അപ്പം അങ്ങനെയുള്ള 50 കൊല്ലമാകുന്ന ഒരു പരാർത്ഥം സംവത്സരം. ഏകം പരാർത്ഥം അതിവൃത്യ വർത്തതേഹി. ആ ഒരു പരാർത്ഥം കഴിഞ്ഞു പോയിരിക്കുന്നു, കടന്നു പോയിരിക്കുന്നു. ഹേ ഭൂമൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ. തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവദ്വിലാസാൻ. ബ്രാഹ്മാദികൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ അവിടുത്തെ ദിവ്യമായ ലീലകളെയും അതേപോലെ തന്നെ പശ്ചാദ്ദിനാവതരണേ ഭവദ്വിലാസാൻ, അനന്തരം അതിനുശേഷം ആത്മകൽപ്പാരംഭത്തിലുള്ള അവിടുത്തെ ലീലകളെയും ഞാനിതാ വർണ്ണിക്കുന്നു എന്ന് പറയുകയാണ് ആ ശ്ലോകത്തിൽ. ആ ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം പാടി സമർപ്പിക്കാം. പഞ്ചാശദബ്ദമധുനാ സ്വമയോർദ്ധരൂപമേകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ. തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. അടുത്തതായി ഇതിൻ്റെ പരിഭാഷ ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. ഒരു പരാർത്ഥ സംവത്സരം ഒരു പരാർത്ഥവത്സരം പിന്നിട്ടല്ലോ ബ്രഹ്മദേവൻ എങ്ങുമെങ്ങും നിറഞ്ഞോരാ ദേവദേവേശ. ബ്രാഹ്മകൽപ്പാന്ത്യത്തിലെയും പാത്മകൽപ്പാദ്യത്തിലെയും അവിടുത്തെ ലീലകളെ വർണ്ണിച്ചിടട്ടെ. നാരായണ 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 രാധാ ഗോവിന്ദ. ഗുരുവാദേശ വായുപുരേശ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.